നിപ സ്ഥിരീകരിച്ച മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 15-കാരൻ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ചികിത്സയ്ക്കായി ഓസ്ട്രേലിയയിൽ നിന്നും മരുന്ന് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കാനിരിക്കെയാണ് മരണം. പാണ്ടിക്കാട് പഞ്ചായത്തിൽ നിയന്ത്രണം കർശനമാക്കി. ആഘോഷ പരിപാടികൾക്ക് പരമാവധി 50 പേർക്ക് അനുവാദം ഉണ്ടാകൂ. വിദ്യാർത്ഥികൾ പഞ്ചായത്ത് വിട്ടു പോകരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിപ സമ്പർക്ക പട്ടികയിൽ 246 പേർ ഉണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത് 63 പേരാണ്. സമ്പർക്ക പട്ടികയിലുള്ള ഒരാൾക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹൈറിസ്ക് വിഭാഗത്തിലെ 2 പേർക്ക് നിപ ലക്ഷണവുമുണ്ട്. വിശദാംശങ്ങളുമായി ടി കെ അരവിന്ദൻ ചേരുന്നുണ്ട്. അരവിന്ദൻ, വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ്. നിപ ബാധിച്ച കുട്ടി മരണത്തിന് കീഴടങ്ങി. ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം അനുസരിച്ച് ഹൃദയാഘാതം എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റേതെങ്കിലും രോഗം ഉണ്ടായതായി ഈ ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നുണ്ടോ? മാത്രമല്ല, ഇനി ഒരു മുൻകരുതൽ ജാഗ്രതാ നിർദ്ദേശം കൂടി വേണമല്ലോ. ബന്ധുക്കൾ അല്ലെങ്കിൽ ഇവരുടെ സമീപവാസികൾ അല്ലെങ്കിൽ മറ്റ് കുട്ടികളൊക്കെ, ആ നിർദ്ദേശം എന്തൊക്കെയാണ്? പ്രോട്ടോകോൾ പ്രകാരം എങ്ങനെയായിരിക്കും ഒരു സംസ്കാര ചടങ്ങുകൾ നടക്കുക? രാജേഷ്, കേരളത്തിന്റെ പ്രാർത്ഥനകൾ വിജയമാക്കിക്കൊണ്ട് ഇപ്പോൾ ആ കുട്ടി മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. പാണ്ടിക്കാട് സ്വദേശിയായ അഷ്ലി ഡാനിസ് എന്ന മിടുക്കനാണ് ഇപ്പോൾ നിപ ബാധിച്ച് മരണപ്പെട്ടിരിക്കുന്നത്. രാവിലെ ഹൃദയാഘാതമുണ്ടായി. അതിനുശേഷമായിരുന്നു മരണം. 11:30 മരണം ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുകയായിരുന്നു. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പരമാവധി കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരോഗ്യവകുപ്പും സംസ്ഥാന സർക്കാരും എടുത്തിരുന്നു. പ്രതിരോധ മരുന്ന് എത്തിക്കാനുള്ള ശ്രമം എടുത്തിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി പ്രതിരോധ മരുന്ന് എത്തേണ്ടതായിരുന്നു. പക്ഷേ നേരത്തെ തന്നെ വിദഗ്ധർ ഈ കുട്ടിയുടെ കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കാരണം പ്രതിരോധ മരുന്ന് ആദ്യത്തെ 5 ദിവസം, വൈറസ് ബാധിച്ച് 5 ദിവസത്തിനുള്ളിൽ നൽകേണ്ടതുണ്ട്. അതിനുശേഷം കൊടുത്താൽ ഒരുപക്ഷെ കാര്യമുണ്ടാകില്ല. എങ്കിലും നേരത്തെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഇത് മറ്റുള്ളവർക്ക് നിരീക്ഷണത്തിലാണ്. അതായത് ബന്ധുക്കളും ഈ കുട്ടിയുമായി ഇടപഴകിയിട്ടുള്ളവരും. അതോടൊപ്പം തന്നെ പ്രോട്ടോക്കോളിൻ്റെ കാര്യത്തിലും ഒരു ധാരണ ആയിട്ടില്ല. എന്നാലും പ്രോട്ടോകോൾ പ്രകാരമായിരിക്കും അതിൻ്റെ മറ്റ് ചടങ്ങുകൾ നടക്കുക എന്ന വിശദീകരണവും ഉണ്ടായല്ലോ. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? രാജേഷ്, ഈ ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനം എടുത്തിട്ടില്ല. ഏത് തരത്തിലായിരിക്കണം കുട്ടിയുടെ സംസ്കാരം എന്നുള്ളതിനെ കുറിച്ച്. പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും സംസ്കാരം. പക്ഷെ അത് കോഴിക്കോട് ആകുമോ അതോ നാട്ടിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിൽ കുട്ടിയുടെ ബന്ധുക്കളുമായി സംസാരിച്ചതിന് ശേഷമാണ് തീരുമാനമെടുക്കുക. അതേസമയം പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടെ ഇതിന് കൃത്യമായുള്ള ഒരു മാനദണ്ഡം ഉണ്ടാവും. നമുക്കറിയാം, നാളെ മുതൽ വിദ്യാലയങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള കാര്യങ്ങൾ എന്ത് വേണമെന്നുള്ള കാര്യത്തിൽ വൈകിട്ട് തീരുമാനമെടുക്കും. 63 പേരാണ് ഹൈ റിസ്ക് വിഭാഗത്തിൽ പെടുന്നത്. ഇതിൽ 4 പേരെ പ്രത്യേകം നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. കാരണം ഇതിൽ 4 പേർ പനി ബാധിച്ച് ഇപ്പോൾ ചികിത്സയിലാണ്. ഇവരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി ഇതിന്റെ റിസൾട്ട് വരുമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് ഈ സമയത്തോടുകൂടി ഇതിന്റെ പരിശോധന ഫലം ഇപ്പോൾ വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും കൂടുതൽ നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാവുക. എന്തായാലും കർശന നിയന്ത്രണങ്ങളുമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മുന്നോട്ട് പോകാനാണ് ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കുന്നത്. ആശങ്കപ്പെടേണ്ടതില്ല. എല്ലാ ആളുകളെയും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. രാജേഷ്. ടി കെ അരവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്.